ജീവിതത്തിൽ വേദനയ്ക്ക് കാരണം മാറിക്കൊണ്ടിരിക്കുന്നത്, മാറ്റമില്ലാത്തത് എന്ന് ചിന്തിക്കുന്നതാണ്. ഇവിടെ എല്ലാം മാറിക്കൊണ്ടിരിക്കുന്നുണ്ട്. നമ്മുടെ ശരീരത്തിന് മാറ്റമുണ്ട്, മനസ്സിന്, ചിന്തകൾക്ക്, വികാരങ്ങൾക്ക് മാറ്റമുണ്ട്. നമുക്ക് ചുറ്റുമുള്ള സർവ്വ ജീവജാലങ്ങളും മാറ്റങ്ങൾക്ക് വിധേയമാണ്. എല്ലാ വസ്തുക്കളും മാറ്റത്തിന് വിധേയമാണ്. ഇത് മനസ്സിലാക്കിയിട്ട് ജീവിക്കുമ്പോൾ ആഴത്തിലുള്ള ഒരു വിശ്രമമാണ് നമുക്ക് അനുഭവിക്കാൻ കഴിയുന്നത്. ബാല്യം കൗമാരത്തിന് വഴിമാറിക്കൊടുക്കുന്നുണ്ട്. കൗമാരം യൗവനത്തിന് വഴിമാറിക്കൊടുക്കുന്നുണ്ട്. യൗവനം വാർദ്ധക്യത്തിന് വഴിമാറിക്കൊടുക്കുന്നുണ്ട്. വാർദ്ധക്യം മരണത്തിന് വഴിമാറിക്കൊടുക്കുന്നുണ്ട്. മരണം ഒരു ശൂന്യതയ്ക്ക് വഴിമാറിക്കൊടുക്കുന്നുണ്ട്. നമ്മൾ എല്ലാം, നമുക്കൊപ്പമുള്ള സർവ്വ ജീവജാലങ്ങളും സർവ്വ വസ്തുക്കളും ഒന്നിൽ നിന്നാണ് ഉണ്ടായത്. ആ ഒന്ന് കാരണമാണ് എല്ലാത്തിനും നിലനിൽക്കാൻ കഴിയുന്നത്. അവസാനം ആ ഒന്നിലേക്ക് തന്നെയാണ് നമ്മൾ മടങ്ങുന്നത്. ഇത് വലിയൊരു തിരിച്ചറിവാണ്. ഈ തിരിച്ചറിവിൽ നമ്മൾ ജീവിക്കാൻ തുടങ്ങുമ്പോഴാണ് പരമമായ സ്വാതന്ത്ര്യം അനുഭവിച്ചുകൊണ്ട് ഈ ചെറിയ ലോകത്ത് നമുക്ക് ജീവിക്കാൻ കഴിയുന്നത്. ഒരു പെൺകുട്ടി വിവാഹം കഴിക്കുന്നത് യൗവനത്തിലാണ്. ബാല്യവും കൗമാരവും അവിടെ മാറി നിൽക്കുന്നത് കൊണ്ടാണ് യൗവനത്തിന് കടന്നു വരാൻ കഴിയുന്നത്. അപ്പോഴാണ് പെൺകുട്ടിക്ക് വിവാഹം നടക്കുന്നത്. അതേപോലെ ഒരാൾക്ക് നമ്മളോട് സ്നേഹമുണ്ട്. ആ സ്നേഹം ഒരിക്കലും മാറില്ല എന്ന് വിശ്വസിക്കരുത്. ആ സ്നേഹം മാറ്റത്തിന് വിധേയമാണ്. അതേപോലെ നമുക്ക് അയാളോടുള്ള സ്നേഹത്തിനും മാറ്റമുണ്ട്. ഇത് മനസ്സിലാക്കി കഴിഞ്ഞാൽ അയാളും നമ്മളും ഒന്നിൻ്റെ നിയന്ത്രണത്തിലാണെന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ആ സ്നേഹം നൽകാത്തതിന് നമുക്കൊന്നിനെ കുറ്റപ്പെടുത്താൻ കഴിയില്ല, കുറവുകൾ കാണാൻ കഴിയില്ല. കാരണം അയാളും ഞാനും മറ്റൊന്നിൻ്റെ നിയന്ത്രണത്തിലാണ് എന്ന് നമ്മൾ മനസ്സിലാക്കി കഴിഞ്ഞാൽ കൂടുതൽ ആഴത്തിൽ നമുക്ക് സ്നേഹിക്കാൻ കഴിയും. അവിടെ നമ്മൾ സ്നേഹിക്കുന്ന ആളും നമ്മളും തമ്മിൽ ഒരു ഒന്നാവലുണ്ട്. അതാണ് യഥാർത്ഥ ആ ഒരു സ്നേഹമെന്ന് പറയുന്നത്. അതേപോലെ നമ്മുടെ മാതാപിതാക്കളുണ്ട്, കൂടപ്പിറപ്പുകളുണ്ട്, കൂട്ടുകാർ, അയൽക്കാർ എല്ലാം ഉണ്ട്. അവരെല്ലാം നമുക്കൊപ്പം താൽക്കാലികമാണ് ഉണ്ടാവുക എന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ അവരിൽ നമുക്ക് കുറ്റങ്ങളും കുറവുകളും കാണാൻ കഴിയില്ല. ആഴത്തിൽ അവരെയും നമുക്ക് സ്നേഹിക്കാൻ സാധിക്കും. അവരിൽ എന്തെങ്കിലും ഒരു സ്വഭാവ ദോഷം നമ്മൾ കാണുന്നുണ്ടെങ്കിൽ, അവർ നമ്മളെ വേദനിപ്പിക്കുന്നുണ്ടെങ്കിൽ, അത് മാറിക്കൊണ്ടിരിക്കുന്ന ഒന്നിൽ നിന്നാണ് ആ വേദന എനിക്ക് ഉണ്ടാവുന്നതെന്ന് ഞാൻ മനസ്സിലാക്കണം. കാരണം അവരും ആ മാറ്റങ്ങൾക്ക് വിധേയമാണ് എന്ന് മനസ്സിലാക്കി ജീവിക്കുമ്പോഴാണ് കാരുണ്യത്തോടെ, സ്നേഹത്തോടെ ജീവിക്കാൻ സാധിക്കുക. ഒരാളുമായിട്ട് നമ്മൾ തർക്കിക്കുകയാണ്. തർക്കിക്കുന്ന സമയത്ത് നമ്മൾ വേദനിക്കുന്നുണ്ട്. ആരോടാണോ നമ്മൾ തർക്കിക്കുന്നത് അയാളും വേദനിക്കുന്നുണ്ട്. 100 വർഷം കഴിഞ്ഞാൽ അയാളും ഞാനും ഇവിടെ ഉണ്ടാവില്ല എന്ന് നമ്മൾ മനസ്സിലാക്കി കഴിഞ്ഞാൽ അയാളോട് തർക്കിക്കാൻ തോന്നില്ലേ? അയാളെ സ്നേഹത്തോടെ ചേർത്ത് നമ്മുടെ അരികിലേക്ക് നിർത്താൻ കഴിയും. അതായത് എല്ലാം മാറിക്കൊണ്ടിരിക്കുന്നതാണ് എന്നുള്ള ആ ഒരു അറിവിൽ നമ്മൾ ജീവിക്കുമ്പോൾ
മാറിക്കൊണ്ടിരിക്കുന്നതിനെ ആഴത്തിൽ നിരീക്ഷിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന കാര്യം ഇവിടെ എല്ലാം താൽക്കാലികമാണ്. നമ്മുടെ ഓരോ നിമിഷവും, ഓരോ മണിക്കൂറും, ഓരോ ദിവസവും, വർഷങ്ങളും എല്ലാം താൽക്കാലികമാണ് എന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ ഓരോ നിമിഷത്തെയും നമുക്ക് ആദരിക്കാൻ സാധിക്കും. ജന്മം നൽകിയ മാതാപിതാക്കളെ ആദരിക്കാൻ സാധിക്കും. കൂടപ്പിറപ്പുകളെയും കൂട്ടുകാരെയും അയൽക്കാരെയും നമുക്കൊപ്പമുള്ള സർവ്വ ജീവജാലങ്ങളെയും നമുക്ക് ആദരിക്കാൻ സാധിക്കും. ശരിക്കും ആദരവും വേണം, സ്നേഹവും വേണം. ആദരവോടെയുള്ള ആ ഒരു സ്നേഹം വേണം. ആ സ്നേഹമാണ് നിലനിൽക്കുക. അപ്പം നമ്മൾ ചിന്തിക്കുന്നത് നമ്മൾ ജനന മരണങ്ങൾക്ക് അതീതമായിട്ടുള്ള ഒന്നാണെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുക. ഇവിടെ നമ്മൾ ജീവിക്കുന്ന സമയത്ത് നമ്മൾ മറ്റൊന്നിനെ ആശ്രയിക്കുന്നുണ്ട്. നമ്മൾ നമ്മുടെ മാതാപിതാക്കളെ ആശ്രയിക്കുന്നുണ്ട്, കൂടപ്പിറപ്പുകളെ, കൂട്ടുകാരെ, അയൽക്കാരെ, നമുക്കൊപ്പമുള്ള സർവ്വ ജീവജാലങ്ങളെയും നമ്മൾ ആശ്രയിക്കുന്നുണ്ട്. ഭൂമി, വായു, ജലം, അഗ്നി, ആകാശം എല്ലാത്തിനെയും നമ്മൾ ആശ്രയിക്കുന്നുണ്ട്. നിർജീവമായിട്ടുള്ള വസ്തുക്കളെ പോലും നമ്മൾ ആശ്രയിക്കുന്നുണ്ട്. അവരെ ആശ്രയിക്കാതെ നമുക്ക് നിലനിൽക്കാൻ കഴിയില്ല. നമ്മുടെ ജീവിതത്തിൽ എന്ത് നേട്ടമുണ്ടായിട്ടുണ്ടെങ്കിലും, നമ്മൾ എന്തായിട്ടുണ്ടെങ്കിലും ഈ ആശ്രയത്തിലൂടെയാണ് ഇത് സംഭവിക്കുന്നത്. അപ്പം ഞാനും എനിക്ക് ചുറ്റുമുള്ള വസ്തുക്കളും എൻ്റെ മാതാപിതാക്കളും ഇവിടെ രണ്ടല്ല, ഒന്നാണെന്ന് നമ്മൾ മനസ്സിലാക്കി ജീവിക്കുമ്പോൾ അവിടെയാണ് നമ്മൾക്ക് യഥാർത്ഥ സ്വാതന്ത്ര്യം അനുഭവിക്കാൻ കഴിയുന്നത്. യഥാർത്ഥ സ്വാതന്ത്ര്യം എന്ന് പറയുന്നത് ആ ശാന്തതയോടുള്ള ആ ഒരു സ്വാതന്ത്ര്യം, ശാന്തത നമ്മൾ അനുഭവിക്കുന്നതിലൂടെയുള്ള ആ ഒരു സ്വാതന്ത്ര്യം. ഒരു മത്സ്യത്തിൻ്റെ ജീവൻ എന്ന് പറയുന്നത് മത്സ്യത്തിലാണോ ജലത്തിലാണോ? നമ്മൾ മത്സ്യത്തിലാണെന്ന് പറയുമ്പോൾ ആ ജലത്തിൽ നിന്ന് മത്സ്യത്തെ എടുത്തിട്ട് കരയിലേക്ക് ഇട്ട് കഴിഞ്ഞാൽ അപ്പോഴും അത് പിടഞ്ഞ് ചത്തുപോകും. ശരിക്ക് ആ മത്സ്യത്തിൻ്റെ ജീവൻ ആ ജലത്തിലാണ്. മത്സ്യം എങ്ങനെയാണോ ആ ജലത്തിൽ ജീവിക്കുന്നത് അതേപോലെയാണ് നമ്മൾ ഈ ലോകത്ത് ജീവിക്കുന്നത്. ആ മത്സ്യവും ആ ജലവും ഒപ്പമുള്ള സർവ്വജീവജാലങ്ങൾ, പക്ഷികൾ, മരങ്ങൾ, ചെടികൾ, പൂവുകൾ, അയൽക്കാർ, സുഹൃത്തുക്കൾ എല്ലാം നമ്മുടെ തന്നെ ഭാഗമാണ്. അവിടെ ഒരു ഒന്നാവലുണ്ട്, അവിടെ ഒന്ന് മാത്രമേ ഉള്ളൂ. ശരിക്കും നമ്മൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ ഒരു കാര്യം നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. നമ്മുടെ നാട്ടിലെ തോടുകളൊക്കെ പോയി ചേരുന്നത് പുഴയിലാണ്. പുഴ പോയി ചേരുന്നത് നദി, സമുദ്രം, ജലമായി, നീരാവിയായി, മഴയായിട്ട് വീണ്ടും വരികയാണ്. അത് പ്രകാശമായിട്ടും കാറ്റായിട്ടും വൈദ്യുതിയിലൂടെ വരുന്നുണ്ട്. ഇതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത് ഇവിടെ രണ്ടില്ല, ഒന്നാണ്. ആ ഒരു മനസ്സിനെ നമ്മൾ അതേപോലെ കൊണ്ടുവരുന്ന സമയത്താണ് ഒന്നിനോട് ഒട്ടലില്ലാതായിട്ടുള്ള ഒരു സ്വാതന്ത്ര്യം നമുക്ക് അനുഭവിക്കാൻ കഴിയുന്നത്. അത് അനുഭവിക്കാനുള്ള സാഹചര്യങ്ങൾ നമ്മൾ നമുക്കായിട്ട് ഒരുക്കി കൊടുക്കണം. ഒരിക്കൽ ബുദ്ധൻ്റെ അടുത്ത് ഒരു രാജാവ് വന്നിട്ട് പറഞ്ഞു, എനിക്ക് രാജ്യമുണ്ട്, സമ്പത്തുണ്ട്, ഭാര്യയുണ്ട്, മക്കളുണ്ട്. ഇവർ എല്ലായ്പ്പോഴും ഇത് എന്നും എൻ്റെ കൂടെ ഉണ്ടാകുമോ? ഇത് ശാശ്വതമാണോ? ബുദ്ധൻ പറഞ്ഞു, ഇതൊന്നും അങ്ങേക്ക് ശാശ്വതമല്ല, ഇതെല്ലാം വന്ന് പോകുന്നവയാണ്. സുഖം വരും, ദുഃഖം വരും, പിന്നെ അത് പോകും, വീണ്ടും സുഖവും ദുഃഖവും വരും. ഇതാണ് ജീവിതം. ഇവിടെ ഒന്നും സ്ഥിരമല്ല. ബന്ധങ്ങൾ, വസ്തുക്കൾ, അനുഭവങ്ങൾ ഒന്നും സ്ഥിരമല്ല. ശരിക്ക് രാജാവേ, അങ്ങ് ഒരു ബോധം മാത്രമാണ്. ആ ഒരു ചിന്തയാണ് അങ്ങേക്ക് കൂടുതലായിട്ട് സ്വാതന്ത്ര്യം നൽകുക. നമ്മൾ അത് മനസ്സിലാക്കി ജീവിക്കുന്ന സമയത്താണ് നമുക്ക് ഈ പറയുന്ന സ്വാതന്ത്ര്യം അനുഭവിക്കാൻ കഴിയുന്നത്. അങ്ങനെ അനുഭവിക്കാനുള്ള ആ ഒരു മനസ്സ് നമുക്ക് വേണം. അതിനുള്ള സാഹചര്യങ്ങൾ മനസ്സിന് ഉണ്ടാക്കി കൊടുക്കണം. അപ്പം അങ്ങനെ ഉണ്ടാക്കി കൊടുക്കുമ്പോൾ നമ്മുടെ മനസ്സ് ശരിക്ക് ഈ നിമിഷത്തിലാണ് വരിക.
അത് വർത്തമാനകാലത്തിലേക്കാണ് വരിക. കാരണം അതിന് ജീവിക്കാനുള്ള സമയമുള്ളൂ. എത്ര വർഷം നമ്മൾ ഇനി ഭൂമിയിൽ ജീവിക്കും? വളരെ കുറച്ച് വർഷങ്ങൾ. അത് തന്നെ അത്രയും വർഷങ്ങൾ ജീവിക്കും എന്നുള്ള ഉറപ്പൊന്നും നമുക്കില്ല. ചിലപ്പം അത് ചില ദിവസങ്ങൾ കഴിഞ്ഞാവാം, അല്ലെങ്കിൽ മണിക്കൂറുകൾ കഴിഞ്ഞാവാം. ഇത്രയേ ഉള്ളൂ നമ്മുടെ ജീവിതം എന്ന് പറയുന്നത്. പക്ഷെ ജീവിതത്തിൻ്റെ ഓരോ നിമിഷവും നമുക്ക് സമാധാനം അനുഭവിച്ച്, അതിലൂടെയുള്ള സ്വാതന്ത്ര്യം അനുഭവിച്ച് ജീവിക്കാൻ ആവണം. പറഞ്ഞു വരുന്നത്, എല്ലാം എനിക്ക് ചുറ്റുമുള്ളത് എല്ലാം മാറിക്കൊണ്ടിരിക്കുന്നതാണെന്ന് മനസ്സിലാക്കുക. എന്നിട്ട് വിട്ടുനിൽക്കാനല്ല പറയുന്നത്, അത് അല്പനേരത്തേക്ക് എൻ്റെ കൂടെ ഉള്ളൂ എന്ന് മനസ്സിലാക്കി കഴിഞ്ഞിട്ട് ആ മാറിക്കണ്ടിരിക്കുന്നതിനെ ആദരിക്കുക, ആദരവോടെ കാണുക, അതിനെ സ്നേഹിക്കുക. ഈ മനസ്സിലാക്കലാണ് നമുക്ക് വേണ്ടത്. ഈ ജീവിത ആവണം നമുക്ക്. എങ്കിലേ നമുക്ക് ജീവിതത്തിലെ ആ ഒരു സ്വാതന്ത്ര്യവും സമാധാനവും ഒക്കെ നമുക്ക് അനുഭവിക്കാൻ സാധിക്കുക. നോക്കുക, ഇത് വെറുതെ നമ്മൾ കേൾക്കരുത്. ഓരോ ദിവസവും ഇത് കേട്ട് കഴിഞ്ഞിട്ട് നമ്മളത് പ്രായോഗിക ജീവിതത്തിൽ നമ്മൾ കൊണ്ടുവരണം. നമ്മൾ അല്ലാതെ വെറുതെ കേട്ടുക, വെറുതെ വിടുക അല്ല. അങ്ങനെയല്ല വേണ്ടത്. ശരിക്കും ഞാൻ ഒരു ദിവസത്തിൽ 1 മണിക്കൂറെങ്കിലും ഈ പറയുന്ന ജ്ഞാനം എൻ്റെ ജീവിതത്തിൽ പ്രായോഗിക തലത്തിൽ കൊണ്ടുവരട്ടെ എന്നുള്ള ഭാവത്തിലാണ് ഇതിനെ കേൾക്കേണ്ടത്. വെറുതെ കേട്ട് വിടരുത്. ഞാൻ വീണ്ടും പറയുന്നു, അങ്ങനെ തന്നെ പ്രായോഗിക തലത്തിൽ കൊണ്ടുവരണം നമ്മൾ. അങ്ങനെ കൊണ്ടുവരാനും നമ്മുടെ മനസ്സിനെ ശാന്തമാക്കാനുള്ള സാഹചര്യങ്ങൾ ഒരുക്കാനും അതിലൂടെ ജീവിക്കാനും എല്ലാവരെയും ഒന്നായിട്ട് കാണാനും കഴിയട്ടെ എന്നുള്ള പ്രാർത്ഥനയോടെ